ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഓവനും പഫ് പേസ്ട്രിയും ഒന്നുമില്ലാതെ എങ്ങനെ എഗ് പപ്സ് തയ്യാറാക്കാം എന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് മൈദാമാവാണ്. ഇതിന് 1 കപ്പ് മൈദാമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടി ആഡ് ചെയ്യാം. സ്വല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ ഈ മൈദാമാവ് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആവണം. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മാവ് നന്നായി പ്രസ് ചെയ്ത് കുഴയ്ക്കുക. ഒരു 5 മിനിറ്റോളം നന്നായി പ്രസ് ചെയ്ത് കുഴയ്ക്കണം. ഇപ്പൊ നമ്മുടെ മാവ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഈ മാവ് റെഡിയായതിനു ശേഷം ഒരു 20 മിനിറ്റ് ഇത് മാറ്റി വെക്കണം. 20 മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതില് 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല. ഒരു സവോള, മീഡിയം സൈസുള്ള ഒരു സവോള ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവോളയ്ക്ക് ഉപ്പ്, മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഒരു നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു അരമുറി തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ആഡ് ചെയ്തിരിക്കുന്നത്. തക്കാളി ഒരുപാട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു അരമുറി മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. സവോളയും തക്കാളി ഒന്ന് വഴണ്ട് വന്നപ്പോൾ അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യാം. മസാലയൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. എരിവ് കൂട്ടേണ്ടുന്നവർക്ക് കൂട്ടാം, കുരുമുളക് പൊടി ആഡ് ചെയ്യേണ്ടുന്നവർക്ക് അത് ആഡ് ചെയ്യാം. അപ്പൊ അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന മസാല ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴട്ടാം. പച്ചമണം മാറി വരുമ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് വറ്റിച്ചെടുക്കണം. ആ തക്കാളിയൊക്കെ ശരിക്കും ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരണം മസാല. നമ്മുടെ മസാല ഏകദേശം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന മാവ് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. നമ്മുടെ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ സ്വല്പം മാവ് ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ നന്നായി പരത്തിയെടുക്കാം. ഒരുപാട് ഷേപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിന്റെ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. 4 സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യുക. ഒരുപാടൊന്നും വലിപ്പമാവരുത്. ഇനി നമുക്ക് ഇതിന്റെ നടുക്ക് മസാല, നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന സവോള തക്കാളിയും കൂടെയുള്ള മസാല വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ നടുക്കേക്ക് മുട്ട, ഒരു പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട, ഒരു മുട്ട 2ആയിട്ട് കട്ട് ചെയ്താണ്, അതിന്റെ പകുതി മുട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് കോണോട് കോൺ മടക്കുക. ഒരു കോൺ ഈ മുട്ടയുടെ മുകളിലേക്ക് വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ സ്വല്പം വെള്ളം തേക്കുക. എന്നിട്ട് അടുത്ത കോൺ അതിന്റെ മുകളിൽ പ്രസ് ചെയ്യുക. അതുപോലെ വീണ്ടും വെള്ളം ഒഴിക്കുക. വെള്ളം ചെറുതായിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് വീണ്ടും അടുത്ത കോൺസ് അതിന്റെ മുകളിലോട്ട് മടക്കി കൊടുക്കാം. ഇത് വെള്ളം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒട്ടിക്കണം.
സ്വല്പം കയ്യിൽ സ്വല്പം വെള്ളം എടുത്ത് ചെയ്താൽ മതി. കണ്ടോ, അപ്പൊ നമ്മുടെ എഗ് പപ്സിന്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. സൈഡ് വെട്ടി കൊടുക്കുക, 4 സൈഡും ഒന്ന് ഷേപ്പ് ചെയ്യുക. ഇനി നടുക്ക് മസാല വെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഈവനിങ് സ്നാക്ക് ആയിട്ട് നമുക്ക് ചായയുടെ കൂടെയൊക്കെ 4 മണിക്കൊക്കെ സ്നാക്സ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നടുക്ക് മുട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് കോണോട് കോൺ മടക്കുക. മുട്ടയുടെ മുകളിലേക്ക് വെക്കുക ആദ്യത്തെ കോൺ. എന്നിട്ട് അതിന്റെ മുകളിൽ സ്വല്പം വെള്ളം കൈകൊണ്ട് തൊട്ട് തടവി കൊടുക്കുക. അതിന് മുകളിൽ അടുത്ത കോൺ വെക്കുക. വീണ്ടും സ്വല്പം വെള്ളം തടവി കൊടുത്തതിന് ശേഷം അടുത്ത കോൺ അതിലേക്ക് ആക്കുക. വീണ്ടും സ്വല്പം വെള്ളം വെച്ച് അടുത്ത കോൺ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആണിത്. എന്നിട്ട് എണ്ണ ഒഴിച്ച്, എണ്ണ നന്നായി ചൂടാവണം. എന്നാൽ ഓവർ ചൂടാവരുത്. ഓവർ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, മൈദാമാവല്ലേ. അതുകൊണ്ട് ഓവർ ചൂടിൽ ഇടരുത്. എന്നിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഡീപ് ഫ്രൈ ചെയ്യേണ്ടുന്നവർക്ക് ഡീപ് ഫ്രൈ ചെയ്യാം. ഒരുപാട് എണ്ണ ഒഴിച്ച് ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഇതിന് അധികം എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പം സൈഡ്സ് ഒക്കെ വേവാനുണ്ടെന്നുണ്ടെങ്കിൽ ആ സൈഡ് അതുപോലെ എണ്ണയിലേക്ക് ചരിച്ച് മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ഓവർ ചൂടാവരുത്. എന്നാൽ ആവശ്യത്തിനുള്ള ചൂട് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് മൊരിഞ്ഞു കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എഗ് പപ്സ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് ഇപ്പോ ബേക്കറിയിലൊന്നും പോയി പപ്സ് വാങ്ങാൻ പറ്റില്ല. ഇപ്പൊ വേറെ എഗ് പപ്സ് കഴിക്കണം എന്നൊരു ആഗ്രഹമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഓവൻ വേണ്ട നമുക്ക് ഇതിന്. പഫ് പേസ്ട്രി ഒന്നും വാങ്ങാൻ പോണ്ട. ശരിക്കും ആ ഒരു ഷേപ്പ് തന്നെ കിട്ടും നമുക്ക്. എഗ് പപ്സിന്റെ ആ ഒരു സെയിം ഷേപ്പ് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമ്മുടെ പപ്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അവിടെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പൊ അതിനടുത്ത ഒരു ബെൽ ഐക്കൺ, ഒരു ബെൽ ബട്ടൺ വരും. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ്, ഞാൻ എന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോസ് കാണുക. ഒരുപാട് പേര് എന്റെ വീഡിയോ കാണുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.